വെട്ടിക്കുഴക്കാവിലെ ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. രാവിലെ മുതൽ നടത്തിയ കായിക വിനോദ പരിപാടികളിൽ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും പങ്കെടുത്തു. ആ കുഞ്ഞിക്കായ ചുവന്നെടുത്ത് മാറ്റേണ്ടതാണ്. മത്സരം തീവ്രതയിലെത്തിയിരിക്കുകയാണ്. ആളുകൾ എറിയുക, കൊടുക്കുക, മേടിക്കുക. ഇതൊരു കൈവായ്പ മാത്രമാണ്. വൈകിട്ട് നടന്ന വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സിജു ചക്കമൂട്ടിൽ ഉദ്ഘാടനം നടത്തി. അപ്പോൾ സാഘോഷമായി സമഗ്രമായി സുദൃഢമായി പോകുന്ന ഒരു വലിയ കൂട്ടായ്മയ്ക്കാണ് ഹാപ്പി നഗർ റെസിഡൻസ് ഇന്ന് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ മേഖലയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സുദൃഢമായിട്ടുള്ള ബന്ധങ്ങളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? മകളുടെ അടുത്ത് പോയതാണ്. ഇപ്പോഴൊരു പരിപാടിയാണല്ലോ, മക്കൾ വിദേശത്ത് പോവുക, അവർക്ക് ഡെലിവറി ആകുന്ന സമയത്ത് മാതാപിതാക്കൾ നേരെ വിദേശത്ത് പോകുക. അതൊരു പരിപാടി ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡാണ്. അപ്പം നമ്മളെല്ലാം ചെയ്യേണ്ടതാണ്. നമ്മുടെ മക്കൾ വരുമ്പോൾ അവർ പോകും, സ്വാഭാവികമായിട്ട് ആരും കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അപ്പം ഇങ്ങനെ മാതാപിതാക്കൾ അവരുടെ മക്കളെ നോക്കാൻ പോവുക, അതൊരു ട്രെൻഡായി മാറുന്ന കാലഘട്ടത്തിൽ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? നമ്മുടെ നാടാണോ ബെസ്റ്റ് അതോ ഇവിടെയാണോ എന്ന് ചോദിച്ചു. അവിടെ പോയാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ, ഫുഡ് കഴിക്കാം, എപ്പോഴും നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ, TV കണ്ടുകൊണ്ടിരിക്കാം, കുട്ടികളെ കളിപ്പിക്കാം, രസമായിട്ട് പോകുന്നു. ഞാൻ ചോദിച്ചു, അവിടെയാണോ ഇവിടെയാണോ ബെസ്റ്റ്? അത് മക്കളെ കാണുമ്പോൾ അവിടെയാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇവിടെയാണ് ഇഷ്ടം. കാരണം ഇവിടെയാകുമ്പോൾ എല്ലാവരും ഒരു ഹായ് പറയും, ഒന്ന് ചിരിക്കും, വിശേഷം ചോദിക്കും, പരസ്പരം ഒന്ന് ഇത് ചെയ്യും. നമ്മളിപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യം അവിടെ എന്ന് പറഞ്ഞാൽ, അവിടെ ചേച്ചി പറഞ്ഞത് അവിടെ ഒരു ഹായ് മാത്രമേ ഉള്ളൂ. പരിചയം ഉണ്ടെങ്കിലും ശരി ഹായ്, പരിചയം ഇല്ലെങ്കിലും ഹായ്. ഇവിടെ അതല്ല. ഇവിടെ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം തോന്നുന്ന കാര്യമാണ്, നമ്മൾ ഏറ്റവും വലിയ ഒരാളോട് വഴക്കുണ്ടാക്കി ദേഷ്യമായി ആ മനുഷ്യനെ നമ്മൾ നേരിട്ട് കണ്ടാലും വളരെ സ്നേഹത്തോടു കൂടി കൈ കൊടുത്ത് എന്നോട് വിശേഷം ചോദിക്കുന്ന ഒരു നല്ല സൗഹൃദ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് കണ്ട ഒരു വ്യക്തി 10 മിനിറ്റ് ശേഷം കാണുകയാണെങ്കിൽ അന്നേരം നമ്മൾ കൈ കൊടുക്കും, എന്നോട് വിശേഷം ചോദിക്കും. അത്ര കണ്ട് എപ്പോഴും ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നല്ല മേഖലയാണ് നമ്മുടെ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞു, എനിക്കതാണ് ഇഷ്ടമെന്ന് പറയുന്നത്. തുടർന്ന് നടന്ന സിനിമാറ്റിക് തിരുവാതിര ശ്രദ്ധേയമായി. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MC ബോബൻ ഓണസന്ദേശം നൽകി. ഒരു 7-8 മാസം മുമ്പാണ് വന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ വീണ്ടും വന്ന് അത് തന്നെ പറയുക. ഒന്നത് പറയുമ്പോൾ അത് തന്നെയായി പോകുമെന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. കാരണം അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഈ 7-8 മാസമായിട്ട് ഇവൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഒരു തിരുവാതിര കണ്ടതിൻ്റെ ഒരു ആലസ്യത്തില്ല. നിങ്ങൾ അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോയിട്ടില്ല. ഇനി ഞാൻ വർത്തമാനം പറഞ്ഞ് വേണം നിങ്ങളുടെ ആ സന്തോഷം കളയാൻ. എന്തായാലും നമ്മൾ ആ തിരുവാതിര കാണുമ്പോൾ തന്നെ നമ്മുടെ കാലം മാറിയ ഒരു മാറ്റം നമുക്ക് മനസ്സിലാകും. കാരണം തിരുവാതിരയിൽ നിന്ന് നമ്മൾ സിനിമാറ്റിക് തിരുവാതിരയിലേക്കാണ് എത്തിയത്. സംഗതി എന്തായാലും ഗംഭീരമാണ്. കാരണം നാടോടുമ്പം നടുവേ ഓടണം. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴും നമുക്ക് കാലോചിതമായ മാറ്റങ്ങളില്ലാതൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരുവാതിരയുടെ പോലും രൂപത്തിൽ മാറ്റം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓണാഘോഷ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ സിനിമാറ്റിക് തിരുവാതിര ആദ്യമായിട്ട് കാണുന്നത്. ഒരു മത്സരത്തിന് മാർക്കിടണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കിടാൻ ഇരുന്ന് കഴിയുമ്പോഴാണ് ഐറ്റത്തിൻ്റെ പേര് വിളിച്ചത്. സിനിമാറ്റിക് തിരുവാതിര മത്സരമായിരുന്നു. ഞാൻ ആകപ്പാടെ പെട്ടുപോയി. ഒന്നാമത് ഒരു ഡാൻസ് പോലും നേരെ കണ്ടിട്ടില്ലാത്ത ഞാൻ സിനിമാറ്റിക് തിരുവാതിരയ്ക്ക് മാർക്കിട്ടാത്തൊരു അവസ്ഥ അറിയാലോ. അവസാനം ഞാൻ മാർക്കിട്ടിട്ട് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ പ്രൈസ് അനൗൺസ് ചെയ്യാവൂ എന്ന് പറഞ്ഞ് ഞാൻ ഓടി രക്ഷപ്പെടുക ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ കുടുംബിനികൾ ഇവിടെ തിരുവാതിര അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, തിരുവാതിരയിൽ നിന്നും സിനിമാറ്റിക് തിരുവാതിരയ്ക്ക് എത്തിയപ്പോൾ പലരും പഴയ തിരുവാതിരയുടെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. അപ്പോൾ ചിലരൊക്കെ സിനിമാറ്റിക്കിലേക്ക് മാറിയെങ്കിലും ചിലർ പഴയ ആ തിരുവാതിരയുടെ സ്റ്റെപ്പും അവരുടെ ഒരു ശാരീരിക ചലനങ്ങളും ഒക്കെ ഏതാണ്ട് നമ്മുടെ പഴയ തിരുവാതിര. പാട്ട് മാറിയതേ ഉള്ളൂ, ഡാൻസിൽ കാര്യമായ വ്യത്യാസം വന്നില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ പഴയ ഓണത്തെ അങ്ങ് വിടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്.
നമ്മളിപ്പോഴും പഴയ ഓണത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹവും കൂട്ടായ്മയും നമുക്ക് മറക്കാൻ പറ്റുന്നതാണ്. ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രത്യേകത തന്നെയാണ്. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചിറ, അസോസിയേഷൻ സെക്രട്ടറി സിബി കിഴക്കേൽ, വൈസ് പ്രസിഡന്റ് ഉല്ലാസ് തൊണ്ടത്തിൽ, എക്സിക്യൂട്ടീവ് അംഗം ഷാജി ചെറുശ്ശേരി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റോബിൻ കോട്ടക്കുഴിയിൽ, സിജോ ഈഴക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. വടംവലി മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സെബിൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവർക്ക് സ്നേഹവിരുന്ന് നൽകിയാണ് ഓണാഘോഷം അവസാനിച്ചത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ് എന്നും സ്വന്തം.